സ്വാമിയേ ശരണമയ്യപ്പ. 2026 ജനുവരി 21 രാവിലെ 11:30 മുതൽ 22 അർദ്ധരാത്രി 2 മണി വരെ ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും തിരുവാഭരണം ചാർത്തിയ അയ്യപ്പസ്വാമിയെ കൺകുളിരെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ 2026 ഒരു സുവർണ അവസരം. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് കക്കാട്ട് ആറാണ്. കക്കാട്ട് ആറ് ഒഴുകിച്ചെന്ന് പമ്പയാറ്റിലേക്ക് ലയിക്കും. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ക്ഷേത്രം, അവിടെ മാളികപ്പുറത്ത് അമ്മയുടെ ഒരു ക്ഷേത്രവുമുണ്ട്. അയ്യപ്പസ്വാമിയുടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ രണ്ട് ക്ഷേത്രവും കക്കാട്ട് ആറിൻ്റെ തീരത്താണ് ഇരിക്കുന്നത്. ശബരിമല ക്ഷേത്രം പണി കഴിയിപ്പിക്കാൻ വേണ്ടി പന്തളത്ത് രാജാവും കൂട്ടരും ഇവിടെയാണ് താമസിച്ചുകൊണ്ടാണ് അതിന് നേതൃത്വം നൽകിയത്. സ്വാമിയേ ശരണമയ്യപ്പ. പത്തനംതിട്ട പെരുന്നാട് ജംഗ്ഷൻ വഴി വരുമ്പോൾ ആദ്യമേ മാളികപ്പുറത്ത് അമ്മയുടെ ഒരു ക്ഷേത്രമാണ്. പലരും മാളികപ്പുറത്ത് അമ്മയെപ്പറ്റി, അയ്യപ്പസ്വാമിയെപ്പറ്റി തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടെ പറയുകയാണ്. അയ്യപ്പസ്വാമിയുടെ കാമുകി അല്ല മാളികപ്പുറത്ത് അമ്മ. പന്തളം കൊട്ടാരത്തിൻ്റെ കുലദൈവം ആണ് മാളികപ്പുറത്തമ്മ. മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞാൽ മധുര മീനാക്ഷി ആണ്. അയ്യപ്പസ്വാമിക്ക് അമ്മയുടെ തിരുനടയിൽ വിളക്ക് കത്തിച്ച് അമ്മയെ പ്രാർത്ഥിക്കാനും അമ്മയെ നിത്യം കാണാനും വേണ്ടിയാണ് മിക്ക അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്ന് മാളികപ്പുറത്ത് അമ്മയുടെ ക്ഷേത്രം പണിത് അമ്മയെയും കുടി ഇരുത്തുന്നത്. ഇത് കക്കാട്ട് ആറാണ്. ഇവിടുന്ന് 1/2 കിലോമീറ്റർ പടിഞ്ഞാറോട്ടൊഴുകി പമ്പയാറ്റിലേക്ക് ഇത് ലയിക്കും. അവിടുന്ന് പമ്പയാറായി രൂപം പ്രാപിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇനി തിരുവാഭരണം ചാർത്തുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവാം. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും ശബരിമല വിഗ്രഹവും 99% ഒരുപോലാണ്. തിരുവാഭരണം പന്തളത്തു നിന്നും ശബരിമല പോയി ശബരിമല അയ്യപ്പസ്വാമിയെ ചാർത്തി 5ൻ്റെ അന്ന് തിരുവാഭരണം മടങ്ങി വരുമ്പോൾ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലും അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം ചാർത്തും. ഈ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്ഷേത്രത്തിൽ കൂടെ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം ചാർത്തും. ആ തിരുവാഭരണം ചാർത്തുന്നതിന് മുമ്പായിട്ട് 10 ദിവസം മുമ്പായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. ഇതാണ് പെരുന്നാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. പത്തനംതിട്ടയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് ശബരിമല റൂട്ട്. ഇപ്പോൾ ശബരിമല സീസണായതുകൊണ്ട് നിറയെ അയ്യപ്പസ്വാമിമാർ ഇവിടെ ഉണ്ട്. എല്ലാവരും കുളിയും ആഹാരം വെപ്പും ഉറക്കവും റെസ്റ്റ് എടുപ്പും ഒക്കെയാണ്. എല്ലാം കാണുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഒരു അയ്യപ്പസ്വാമിയിലേക്ക് അങ്ങ് ലയിക്കും. എനിക്ക് അവരെയൊക്കെ കണ്ട് അവരോടൊപ്പമൊക്കെ നിന്നപ്പം മനസ്സിന് വലിയൊരു സന്തോഷമായിരുന്നു. സ്വാമി ശരണമയ്യപ്പ. ജനുവരി 21 പകൽ 11:30 തിരുവാഭരണം ചാർത്ത് തുടങ്ങും. 12 മണിക്ക് ശേഷം മുതൽ തിരുവാഭരണം കണ്ട് തൊഴാം. അന്ന് ഇരുട്ടി വെളുക്കുന്നത് 22 അർദ്ധരാത്രി 2 മണിയാകുമ്പോഴത്തേക്ക് തിരുവാഭരണം
ചാർത്തെല്ലാം അഴിച്ച് പന്തളത്തേക്ക് മടങ്ങും. രാത്രിയിലൊരു 11 മണിക്ക് ശേഷമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തിരക്ക് ഒരുപാട് കുറയും. അധികം സമയം ക്യൂവിൽ നിൽക്കാതെ അയ്യപ്പസ്വാമിയെ കൺകുളിരെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങാൻ നല്ല ഒരു അവസരമാണ്. ഞാൻ അങ്ങനെ പോയി പല പ്രാവശ്യം തൊഴുതിട്ടുണ്ട്. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാണ്. സ്വാമിയേ ശരണമയ്യപ്പ. പത്തനംതിട്ട ശബരിമല റൂട്ട് പത്തനംതിട്ടയിൽ നിന്നും 16 കിലോമീറ്റർ. പെരുന്നാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം.